ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നെറ്റി കട്ടിങ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 290 മീറ്ററിൻ്റെ തുണിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം നല്ല ലെങ്ത്തിൽ സ്ലീവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്ക് നമ്മൾ തുണി തികയാത്തിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം, അതിൽ പോയി കാണുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മളെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ തയ്ക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ തയ്ക്കുന്നത് നമ്മൾ സ്ലീവാട്ടോ. അപ്പോൾ സ്ലീവിന് ഒരുപാട് കട്ട് പീസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ജോയിൻറ്റ് ചെയ്ത് വെക്കണം. ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് താഴെ ഭാഗത്തേക്ക് വരുന്ന തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നല്ല വശം ഇതേപോലെ ആക്കിയിടുക. എന്നിട്ട് ഇതിൻ്റെ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് മറ്റേ തുണിയുടെ വീതി കൂടിയ ഭാഗം രണ്ടും ഓപ്പോസിറ്റ് ആക്കി വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് വീതി കൂടിയതും ഒരു ഭാഗത്ത് വീതി കുറഞ്ഞതും. ഇത് രണ്ടാമത്തെ തുണി വെക്കുമ്പോൾ നമ്മൾ ഒരു അരയിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അരയിഞ്ച് മാർക്ക് ഇത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിലൂടെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെയാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ വീതി കുറഞ്ഞ ഭാഗം വീതി കൂടിയ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ അരയിഞ്ച് മാർക്ക് ചെയ്തല്ല അതിന്മേ വെക്കട്ടെ. ഈ തേര് വശമാണ് ഞാൻ മുകളിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ തുണിയുടെ തേര് ഭാഗം മുകളിലേക്ക് ആക്കി വെച്ചിട്ട് താഴത്തെ തുണിയുടെ തേരല്ലാത്ത ഭാഗമാണ് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ തുമ്പ് വശം തേര് വശമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സ്റ്റിച്ച് വീതം തയ്ച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ജോയിൻറ്റ് ചെയ്യാം, വേറെ രീതിക്കും നമുക്ക് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ജോയിൻറ്റ് ചെയ്യണത് പോലെ തന്നെ നല്ല വശം ചേർത്തിട്ടിട്ട് അങ്ങനെയും ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും രണ്ടിൽ നിന്നും ഓരോ പീസ് വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവിനും കൂടി ഉള്ള തുണിയാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പീസ് തയ്ച്ചല്ലോ, അതേപോലെ തന്നെ വെച്ചെടുക്കുക. പക്ഷേ തയ്ക്കുന്ന രീതി വേറെ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീതി കുറഞ്ഞ ഭാഗം വീതി കൂടിയ ഭാഗത്തേക്കും വീതി കൂടിയ ഭാഗം അങ്ങനെ ഓപ്പോസിറ്റ് ആക്കി വെച്ച് കൊടുത്തിട്ട് അരയിഞ്ചിൽ നമ്മൾ സാധാരണ ജോയിൻറ്റ് ചെയ്യാലോ ഇതേപോലെ ഇങ്ങനെയും ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജോയിൻറ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവ് ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഒരു സ്ലീവ് എടുക്കുക, ഇതിന്മേ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കട്ട് പീസുകളൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തുന്നി വിട്ട് പോരും. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നേരെ അതിന്മേൽ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. നമുക്ക് അറ്റവശത്ത് തയ്ച്ച് ജോയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതും കൂടി ഇതിന്മേൽ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവും ഇതേപോലെ തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്ലീവിൻ്റെ അറ്റത്തും ഞാൻ ഇത് ഒന്ന് പിടിപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്താൽ മതിയിട്ട് നമ്മൾ സ്ലീവ് ലെങ്ത്ത് വേണ്ടവർക്ക് ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി 2 സ്ലീവും കറക്റ്റ് അളവാണോ നോക്കുക. അപ്പോൾ 2ൻ്റെയും ലെങ്ത്ത് കറക്റ്റാണ്. നമ്മൾ സ്ലീവിന് ലെങ്ത്ത് പറഞ്ഞിരുന്നല്ലോ 19 ഇഞ്ച്, തയ്യൽ തുമ്പ് അടക്കം 19 ഇഞ്ച്. അരയിഞ്ച് നമുക്ക് മേലെ ജോയിൻറ്റ് ചെയ്യാനും കൂടി ജോയിൻറ്റ് ചെയ്യാനും കൂടി ഉള്ളത് വെച്ചിട്ട് 19 ഇഞ്ച്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈക്കുഴിയുടെ ആ ഭാഗത്ത് നിന്നും അളന്നതാ 19 ഇഞ്ച് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് നൈറ്റിയുടെ സ്ലീവിന് ലെങ്ത്ത് കൂട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ലെങ്ത്ത് കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്ക് തയ്ക്കണം. അപ്പോൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെ കട്ട് പീസുകൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പീസിൽ നിന്നും വേണം നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുഞ്ഞു പീസാണ്, അതുകൊണ്ട് നമുക്ക് തയ്ക്കട്ടോ. അത് എങ്ങനെയാണെന്നുള്ളത്
പിന്നെ ഞാനൊരു വീഡിയോ ഇതിൻ്റെ മുന്നൊന്ന് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ വരും. ഈ ഒരു നെക്കാണ് ഞാൻ തയ്ച്ചിരുന്നത്. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്രയും പോകുന്ന ചെറിയൊരു തുണിയാണ് നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് വേണം നമുക്ക് ഈ നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്യാൻവാസാണ്. അപ്പോൾ ക്യാൻവാസ് ഉപയോഗിച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് 2 വിധം ഉണ്ട്, കട്ടിയുള്ളതും കട്ടി കുറഞ്ഞ ക്യാൻവാസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെക്കൊക്കെ നമ്മൾ സാധാരണ തയ്ക്കണ ക്യാൻവാസ് ഉണ്ടല്ലോ, കനം കുറഞ്ഞ ക്യാൻവാസ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് നെക്കാണോ തയ്ക്കണമെന്ന് വെച്ചാൽ ആ നെക്കിനനുസരിച്ചുള്ള വീതി ലെങ്ത്തും ഉള്ള ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ 10.5 ഇഞ്ച് വീതിയും 11 ഇഞ്ച് ലെങ്ത്തുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സുമാറിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു തെളുക്കല്ല ഭാഗം ഉണ്ടല്ലോ, ഈ പശല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് പുറമെ ഈ ഒരു ഭാഗമാക്കിയിട്ട് നമുക്ക് മടക്കിയെടുക്കണം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ 2ആയിട്ട് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഇതേപോലെ 2ആയിട്ട് മടക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ നെക്ക് എങ്ങനെയാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള വീതിയിലും നീളത്തിനും ഉള്ള ക്യാൻവാസ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്മേൽ നെക്കൊന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്തൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ലെവൽ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് 4.25 പിന്നെ അതുപോലെ തന്നെ വീതി 2.25. അപ്പോൾ 4.25 ലെങ്ത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 5 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ തുണിയിൽ ആണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ ലെങ്ത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടുക, വീതിയുടെ കൂടെ 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്ക് വരച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇത് ക്യാൻവാസ് ആകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവ് തന്നെ ക്യാൻവാസിൽ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2.25 ഇഞ്ച് വീതി തന്നെ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് എടുക്കുന്നവർക്ക് 3 ഇഞ്ച് എടുക്കുക, നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് ഇങ്ങനെയാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2.25 വീതിയും 5 ഇഞ്ച് ലെങ്ത്തിലുള്ള നെക്കാണ് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ബോക്സ് ആക്കി കൊടുക്കണം. ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഏത് ഡിസൈനിലാണ് നമ്മൾ നെക്ക് തയ്ക്കാൻ പോകുന്നത് വെച്ചാൽ ആ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വരച്ചെടുക്കുന്നത് സിമ്പിൾ നെക്കാണ് കേട്ടോ. അപ്പോൾ ആർക്കും തയ്യൽ അറിയാത്തവർക്ക് പോലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ നെക്കാണ് ഞാൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ താഴെ നിന്നും 1 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തു, ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻ്റ് നമുക്ക് വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി മുകളിൽ നിന്നും ഇതേപോലെ ഒന്നിങ്ങനെ കർവ് ചെയ്ത് കൊണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു വളവ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വളഞ്ഞിട്ട് അതേപോലെ തന്നെ ഇവിടെയും ചെറുതായിട്ടൊരു വളവ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കറക്റ്റാക്കി വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ കർവ് ചെയ്തല്ലോ, ഈ കർവിൻ്റെ ഇവിടെ നിന്നും വേണം ഇനി ഇങ്ങോട്ട് നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്നും ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ കർവിൻ്റെ അതിലങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അവിടെ നിന്നും വേണം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് നോക്കി ഇവിടെ നമുക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന് ഈ ഒരു വീതിക്കനുസരിച്ചുള്ള വീതി താഴ്ത്തെടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ തന്നെ ആ ഒരു വളവോട് കൂടി തന്നെ വരച്ചെടുക്കണം. കണ്ടില്ലേ, ചെറുതായിട്ടൊരു കർവ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് നമ്മൾ മാർക്കിന്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വീതി ഒരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും 2 ഇഞ്ച് വീതം കൊടുക്കുന്നുണ്ട്. ഇവിടെയും 2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഈച്ച വല്ലാതെ ഇവിടെ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്, എത്ര ആട്ടിയിട്ടും പോകണമില്ല കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഒരു പോയിൻ്റ് ഇട്ടതൊക്കെ ഒന്ന് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 2.5 ഇഞ്ച് വരെ
ഒന്ന് വരച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് വരച്ചെടുത്തു. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഞാൻ നെക്കിന് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം രണ്ടും കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യട്ടെ. നമ്മൾ വരച്ച ആ ഒരു കർവിലൂടെ തന്നെ കട്ട് ചെയ്യുക. ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെയും നമുക്ക് കട്ട് ചെയ്യട്ടോ. ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഈ ഒരു വളവുണ്ടല്ലോ അതൊക്കെ ആ ഒരു വളവോട് കൂടി കട്ട് ചെയ്യണം കേട്ടോ. ആ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ കിട്ടണം. ഇതേപോലെ നമ്മൾ ഇവിടെ വരെ കട്ട് ചെയ്ത് എടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് നിവർത്തി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റം ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അതും കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി കണ്ടില്ലേ നമ്മൾ നെക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു തുണി കൊണ്ട് നമുക്ക് ഈ ഒരു നെക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തുണി കൊണ്ട് നമ്മൾ എങ്ങനെ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യും നോക്കട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെച്ച് നോക്കുക അവസാനം എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടല്ലോ താഴെ ഭാഗത്തേക്ക് ഇതേപോലെ നമ്മൾ ഈ ഒരു കോൺ ഭാഗം വെച്ച് കൊടുക്കാം. ചീത്ത വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ അത് അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മാർക്കിങ് കൊടുക്കട്ടോ. മുകളിലും ഇതേപോലെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു ഭാഗത്തും 1/4 ഇഞ്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് ആ കണക്കിൽ തന്നെ കട്ട് ചെയ്യുന്നില്ല. അല്പം കുറച്ച് വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ മുകളിലേക്ക് ലെങ്ത്ത് ഉണ്ട് തുണി കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇത് രണ്ടായിട്ട് ഒന്ന് മടക്കി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് 2 പീസാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പീസ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ എങ്ങേ പീസ് മറ്റേ പീസ് മറുവശത്തേക്കും. അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിരുന്നല്ലോ. ഈ ഒരു മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മളിതൊന്ന് ജോയിൻറ്റ് ചെയ്യാം. താഴെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഇവിടെ നിന്നും നമുക്ക് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യട്ടോ. നല്ല വശം ഇതേപോലെ ചേർത്തി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു പീസ് ഞാൻ ഇതിമേ തയ്ച്ച് എടുത്തു. ഇനി അങ്ങേ പീസും ഇതിമേ വെച്ചിട്ട് തയ്ക്കട്ടോ. ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനി ക്യാൻവാസ് ഇതിൻ്റെ ചീത്ത വശത്തിട്ട് കണ്ട് നമുക്കൊന്ന് പതിച്ച് കൊടുക്കണം. അപ്പോൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചുറ്റുഭാഗം 1/4 ഇഞ്ച് നമുക്ക് തയ്ക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ ഇത് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാം. ഇപ്പം ഞാനിതാ ചുറ്റിലും 1/4 ഇഞ്ച് വീതം വെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ കണ്ടില്ല നമ്മളെ നെക്ക് ആ ഒരു പിന്നെ ജോയിൻറ്റ് ചെയ്ത ഭാഗമൊന്നും പുറമൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് കാണുന്നില്ല കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ജോയിൻറ്റ് ചെയ്തതാണെന്നൊന്നും തോന്നൂല. ഇനി നമ്മൾ ഈ ഒരു വശം ഉണ്ടല്ലോ ഈ ഒരു വശം ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഈ ക്യാൻവാസിൽ വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തയ്ച്ച് പോരട്ടോ. നമ്മൾ ക്യാൻവാസിൽ വെച്ചിട്ട് ഈ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി തയ്ക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കണം കേട്ടോ. എന്നാലേ മടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനൊരു കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ച് പോരുകയാണ് കേട്ടോ. ഇവിടെയും കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും ഇങ്ങനെ തയ്ച്ച് പോരുക. അപ്പോൾ ഇതാ ഞാൻ ചുറ്റുഭാഗം 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി തയ്ച്ചെടുത്തു. ഇനി ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീത്തവശം ഇടട്ടോ. നമ്മളെ നെറ്റിയുടെ ചീത്തവശം ഇട്ടിട്ട് അവിടെ വേണം നമ്മളെ നെക്ക് നല്ല വശം താഴത്തേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചെടുക്കട്ടോ. നെക്കിൻ്റെ ഭാഗം ഇതേപോലെ വെച്ചെടുക്കാം. അപ്പോൾ നെക്ക് വെച്ചെടുക്കുമ്പോൾ നമ്മളെ നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ
അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് 2.25 അപ്പോൾ സെൻറ്ററിൽ നിന്നും 2 വശത്തേക്കും 2.25 വീതം മാർക്ക് ചെയ്യട്ടോ. അപ്പോൾ ഈ 2.25 വരേണ്ടത് നമ്മൾ ഈ ക്യാൻവാസിന് തൊട്ട് ചാരിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ തൊട്ട് ചാരി ക്യാൻവാസിന് തൊട്ട് ചാരിയിട്ട് തന്നെ നമുക്ക് 2.25 കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡത്തെ മുട്ടുസൂചി ഊരിയപ്പോൾ അത് ഒന്ന് ഇത്തിരി നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കി. അപ്പോൾ കറക്റ്റ് 5.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതിലൊന്ന് നമുക്ക് ഒന്നും കൂടി പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുളിക്ക് വന്നപ്പോൾ ഞാൻ ആ പിന്നൊന്ന് അയച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ചുളിക്ക് വരുന്നുണ്ടോയെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് ആ നെക്ക് കറക്റ്റ് ആ ഒരു ഭംഗിയിൽ കിടക്കുള്ളൂ. ഇനി നെക്ക് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ അതിന് ചാരിയിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓരോ കോണിലേക്കും എത്തുമ്പോഴും സൂചി കുത്തി നിർത്തുക കേട്ടോ. ഓരോ എഡ്ജ് ഭാഗത്തേക്ക് എത്തുമ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് വേണം മറുവശത്തേക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തയ്ച്ച് പോരുമ്പോൾ നമ്മൾ ഈ ഒരു ചുളിക്ക് ഇങ്ങനെ വരുന്ന തുണി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് ഓരോ വശത്തേക്കും തയ്ച്ച് പോരുക. അപ്പോൾ അതാ ഞാൻ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള തുണി ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഓരോ കോണിലും ഒന്ന് കട്ടിങ് കൊടുക്കണം, സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിങ് കൊടുക്കുക. അപ്പോൾ അതാ ഈ 3 കോണിലും ഞാൻ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പതിച്ച് തയ്ക്കണം. അപ്പോൾ പതിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ഈ നെയ്റ്റി തുണിയിൽ വേണം കേട്ടോ പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലേക്ക് നമ്മൾ മറിച്ചിടുന്ന ബോർഡുമ്പോൾ ഒരിക്കലും പതിച്ച് തയ്ക്കരുത്. നമ്മൾ നെയ്റ്റിയിൽ ഈ ഒരു ചീത്ത വശത്ത് വെച്ചിട്ട് തയ്ക്കുക. അതേപോലെ തന്നെ താഴെ ഭാഗത്തുള്ള തുമ്പ് വശങ്ങളൊക്കെ നമ്മൾ പതിച്ച് തയ്ക്കണേ ഈ ഒരു തുണീൻ്റെ ഭാഗത്തേക്ക് വരണം കേട്ടോ. നെയ്റ്റി തുണിയിൽ വരണം നമ്മൾ ആ തുമ്പ് വശമൊക്കെ. എന്നിട്ട് അതിന്മേൽ വെച്ചിട്ട് വേണം പതിച്ച് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പതിച്ച് തയ്ച്ചെടുത്തു. ഇനി നെക്ക് പീസ് ഇതാ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരും കേട്ടോ. ഈ ഓരോ കോണിൽ വരുമ്പോഴും നമ്മൾ സൂചി അവിടെ കുത്തി നിർത്തണം, എന്നാൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് തയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാ നമ്മൾ നെക്ക് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന്മേൽ പൈപ്പിങ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ലേസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലേസ് ഇതിന്മേൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെറ്റിയിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിങ് ലേസ് അതൊക്കെ നമുക്ക് ബട്ടൺ ഹൗസിൽ ചെന്നാൽ കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് നെക്കൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇനി ഇത് ഇതേപോലെ മുട്ടുസൂചി ഒന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ മുട്ടുസൂചികൾ കുത്തി കൊടുക്കുകയാണ്. നമ്മൾ ആ ലേസ് വെക്കണ്ടല്ലോ ആ ഒരു ഭാഗം വിട്ട് വെച്ചിട്ടുള്ള ഭാഗത്ത് സൂചി കുത്തി നിർത്തുക. എന്നാൽ നമുക്ക് ലേസ് അതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്കത് ചുളിക്കോ തെന്നി നീങ്ങിയോ ഒന്നും ചെയ്യാതെ നമുക്ക് ആ കറക്റ്റ് ഒരളവിൽ സ്റ്റിച്ച് ചെയ്ത് പോരാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ലേസിൻ്റെ ഓരോ കോണിലേക്കും എത്തുമ്പോൾ അവിടെ ചെറിയൊരു മടക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ തയ്ക്കട്ടോ. നമുക്ക് ഈ ലേസ് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ അർജൻറ്റ് പിടിച്ചൊന്നും തയ്ക്കരുത് കേട്ടോ. സാവകാശം വെച്ചിട്ട് തയ്ക്കുക. പിന്നെ തുണി ഇങ്ങനെ നിവർത്തി ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നിവർത്തി കൊടുക്കുക, കാരണം ചുളിക്ക് വരും. എന്നിട്ട് സാവകാശം തയ്ച്ച് പോരുക. അർജൻറ്റ് പിടിച്ചൊന്നും നമ്മൾ നെക്ക് തയ്ക്കാൻ പറ്റില്ല കേട്ടോ. ലേസൊക്കെ വെച്ച് കണ്ട് തയ്ക്കാം വളരെ പ്രയാസമാണ്. പിന്നെ ലേസ് നമ്മൾ ഈ ഒരു ബോർഡുമ്മ വെച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതിമ്മ വെച്ച് കണ്ട് അങ്ങനെയും തയ്ക്കട്ടോ. അപ്പം എനിക്ക് വേഗം തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ സ്റ്റിച്ചുമ്പോൾ തന്നെ ലേസും വെച്ചെടുക്കാം. നമ്മൾ ഈ ബോർഡും ഈ ഒരു ഇതിമേ വെച്ചെടുക്കുക, അധികം തയ്യൽ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ബോർഡുമ്മേ ലേസ് വെച്ച് തയ്ച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബോർഡ് നെറ്റിൽ വെച്ച് തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ ലേസ് വെച്ചെടുത്തു. ഇനി ഫ്രണ്ടിൽ സിബ് വേണ്ടവർക്ക് സിബ് വെച്ച് കൊടുക്കട്ടെ. ഞാൻ ഫ്രണ്ടിൽ സിബൊന്നും വെച്ച് കൊടുക്കണില്ല. സിബിൻ്റെ ആവശ്യമില്ല, നമുക്ക് തയ്ക്കാൻ പറഞ്ഞതുപോലെ തന്നെ തയ്ച്ചാൽ മതി, സിബ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. കണ്ടില്ല, ആ ഒരു ചെറിയ കുഞ്ഞ് പീസിൽ നിന്നാണ് നമ്മൾ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു നെക്ക് തയ്ച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പുറവശം കണ്ടില്ല, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂചിയൊക്കെ മുട്ട സൂചിയൊക്കെ കുത്തി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ തയ്ക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാം. അപ്പോൾ ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അതാ ക്രോസ് പീസ് രണ്ടും തമ്മിൽ ഇതേപോലെ ജോയിൻറ്റ് ചെയ്യട്ടോ. 1/4 ഇഞ്ചിൽ തയ്ച്ചിട്ട് 2 സ്റ്റിച്ച് വീതം കൊടുക്കുക. എന്നിട്ട് ഈ എക്സ്ട്രാ വന്ന് ഈ സൈഡത്തെ തുണി ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരട്ടോ. ക്രോസ് പീസ് അധികം വലിച്ചു പിടിക്കരുത്, ഒന്ന് അയച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമുക്കിത് ഒന്ന് കട്ടിങ് കൊടുക്കാം. അപ്പോൾ തയ്യലിൽ കൊള്ളാതെ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇതിന്മേൽ ഈ ക്രോസ് പീസുമ്മേ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക. ഇതേപോലെ പതിച്ച് തയ്ച്ചെടുത്തു. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ബാക്ക് നെക്ക് നമ്മൾ തയ്ക്കണത്. ഇനി ഈ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു തുണി ഉണ്ടല്ലോ, ക്രോസ് പീസ്, ഇതേപോലെ മടക്കിയിട്ട് വെക്കട്ടോ. മുന്നേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ 2 ഷോൾഡറും നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 വശത്തും ക്രോസ് പീസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കണം ക്രോസ് പീസ്. ഇതേപോലെ 2 ഭാഗം തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് തയ്ക്കാം. അപ്പോൾ ഈ ഒരു ഷോൾഡർ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്കിന് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് തയ്ച്ച് പോന്നാൽ മതി. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ തയ്ച്ച് പോരാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തയ്ച്ച് പോരട്ടെ. അങ്ങനെ തയ്ച്ച് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ട് ഇവിടെ നിന്ന് പതിച്ച് തയ്ച്ച് കെട്ടിട്ട് നിർത്തി കൊടുക്കാം. അപ്പോൾ നമ്മളെ നെക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്മേൽ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരുക. നേരെ എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നേരെ റിട്ടേൺ ഇതിമക്കൂടെ തന്നെ തയ്ച്ച് പോരുക കേട്ടോ. തയ്ച്ചിട്ട് ഈ സെൻറ്ററിൽ നിന്നും വീണ്ടും ഇങ്ങോട്ടും തയ്ക്കുക. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് നിർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ ആം ഹോള് കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവ് ജോയിൻറ്റ് ചെയ്തു. അപ്പോൾ 2 സ്ലീവ് ഞാൻ ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സൈഡ് മൂട്ടിയെടുക്കാം. അപ്പോൾ സൈഡ് മൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈയിൻ്റെ താഴത്തെ വണ്ണം 5 ഇഞ്ച്, പിന്നെ ഒരു 12 ഇഞ്ചോളം ഞാൻ ലെങ്ത്ത് എടുത്തിട്ട് അവിടുത്തെ വീതി മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 5.25, പിന്നെ ഇവിടെ നമുക്ക് വേണ്ടത് 6.25. പിന്നെ ഇവിടെ കൈക്കൂടെ ഇവിടെയൊക്കെ 1 ഇഞ്ച് വീതം അങ്ങനെ മാർക്ക് ചെയ്ത് പോകണം കേട്ടോ. താഴെ ഭാഗം വരെ അങ്ങനെ 1 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യത്തുമ്പ് കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ 1 ഇഞ്ച് വീതം അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലൂടെ ഒന്ന് തയ്ച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സൈഡ് മൂട്ടിയെടുക്കാൻ എളുപ്പമാണല്ലോ. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരയിലൂടെ അങ്ങനെ തയ്ച്ച് പോന്നാൽ മതി. അപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതം താഴെ ഭാഗം വരെ തയ്ച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ, ആ കയ്യിൻ്റെ അവിടെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താഴെ വരെ മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് തയ്ച്ച് എടുത്താൽ മതി കേട്ടോ. ഒന്ന് എളുപ്പമായിട്ട് തയ്ക്കാം. അപ്പോൾ ഞാനിത് താഴെ വരെ തയ്ച്ച് പോരുകയാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ അതിമ്മക്കൂടെ തന്നെ റിട്ടേൺ ആ സ്റ്റിച്ചുമ്മക്കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു സൈഡിൽ 2 സ്റ്റിച്ച് വീതം നമുക്ക്
ഈസി ആയിട്ട് തന്നെ കൊടുക്കാൻ കഴിയും. ഇനി അതേപോലെ തന്നെ മറുവശം നമുക്ക് തയ്ച്ചെടുക്കുക. അപ്പം ഞാൻ 2 വശം തയ്ച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ലീവിൻ്റെ ഇവിടെ ഏറെല്ലാം തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടോ. കാരണം നമ്മൾ ഒരു കറക്റ്റ് അളവിലല്ലല്ലോ നമ്മൾ താഴെ ഭാഗം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. താഴെ ഭാഗം ഈ ഒരു നമ്മൾ 2 സൈഡ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരു അല്പം 1/2 ഇഞ്ച് ഏറെ കയറ്റിക്കാണ്ട് തയ്ക്കട്ടോ. എന്നാൽ നമുക്ക് 2 സൈഡിൽ ഇങ്ങനെ തുണി തൂങ്ങി നിൽക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡിൽ 1/2 ഇഞ്ച് ഏറെ ഇട്ടുകാണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നെയ്റ്റിയൊക്കെ തയ്ക്കാൻ എളുപ്പമാണ്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പഴയ നെയ്റ്റി കൊണ്ടൊക്കെ നമ്മളെ കുട്ടികൾക്കൊന്ന് തയ്ച്ച് നോക്കി ഒന്ന് പഠിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ താഴെ ഭാഗം മടക്കി തയ്ച്ചെടുത്തു. ഇനി കണ്ടില്ലേ 290 മെറ്റീരിയൽ ആയിരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെക്കും തന്നെ നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് നെക്കും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നെക്കിന് ഫ്രണ്ടിൽ സിബ് വെച്ച് കൊടുത്തിട്ടില്ല. സിബ് വെച്ച് കൊടുക്കേണ്ടവർക്ക് സിബ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സിബിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ നെയ്റ്റി കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും. അപ്പോൾ നമ്മളെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.